ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. എന്തൊക്കെ കാണിച്ചാണ് ആരും മുമ്പിൽ അറിഞ്ഞു വന്നു. അപ്പൊ നീ എന്തൊക്കെ കാണിച്ചു? അപ്പൊ തുടങ്ങാല്ലേ? പിന്നെ എന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായടാ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. മനസ്സിലാണ്? നീ എന്റെ പാസ് എടുത്തിടുന്നേ. നിന്റെ പാസ് ഞാൻ എടുത്തിടട്ടടാ. ശ്രീരാമ, അവനുമായിട്ട് ഉടക്കാൻ എനിക്ക് ശക്തി തരൂ. നീ എന്റെ പാസ് എടുത്തിടുന്നേ. നിന്റെ പാസ് ഞാൻ എടുത്തിടട്ടടാ. എല്ലാ മുത്തുമണിയെന്നോ? ഇപ്പൊ മുത്തുമണിയായോ? നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫുൾ ടൈം 9:41 കാണിക്കും. മല്ലു ട്രാവലറാ പറയടാ. ഞാനും ഷബീർ ഏതായാലും റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ ഇട്ട് നാട്ടിലേക്ക് തിരിച്ചു വരണം. അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്നത്. സോ ഇന്ന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പിറ്റേ ദിവസം വന്ന് പറയുന്നതല്ല മാരാറ. മനസ്സിലായോ? അത് ശരിയാ. എന്ത് ശരി? ഏത് ശരി? നീ ഏതെങ്കിലും ഒന്ന് പറ. 50-ലധികം ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളതാണ് ലൈവ്. നീ ചർച്ച ചെയ്തോ? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ 100 ദിവസം നിന്നത് ലൈവിലാണ്. ആയിക്കോട്ടെ, അതിന് ഞാൻ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. വിളിച്ച് സംസാരിക്കുന്നവർക്ക് എന്നെ വിളിച്ച് സംസാരിക്കാം. വാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. സംഭവം എനിക്ക് പള്ളിയതാ. ആ സാധനത്തിന്റെ കൂടെ കളിക്കണമെന്ന് ഞാനും ഓർത്തില്ല. ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത? ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊണാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത്? നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാ PR ചെയ്തത്. അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഒന്നുകളഞ്ഞോ അയ്യോ ഊഹിക്കുന്നുടാ പട്ടി. എന്ന് പറയുന്ന ജിൻഡോയ്ക്ക് PR ചെയ്തവൻ എന്നോട് പറഞ്ഞ എന്നാ ഞാൻ പറയുന്നു അനുമോളുടെ കൂടെ ഉള്ള ഷുക്കൂർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു അഖിൽ മാറാട് പൈസ വാങ്ങിയിട്ടുണ്ട്. ഞാൻ എനിക്ക് അങ്ങനെ പറയാമോ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. അനീഷ് ജയിക്കണം എന്നുള്ള വാശിയാണ്. ഈ അഖിൽമാരോട് സപ്പോർട്ട് ചെയ്യുന്ന അനുമോട് ജയിക്കോ, തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് ജയിക്കോ, നമുക്ക് ഇനി ഒന്ന് കാണാം. ഇത് വാശിന്റെ എന്റെ പ്രസ്റ്റീജ്. ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട, തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്. ബാക്കി നമുക്ക് അന്ന് പറയാം.